கோய் ஃபிஷ் ஹவுஸ் கேரளா எന്നുള്ളതാണ് പേര്. ബ്രീഡിംഗ്ல இருந்து க்ரூமிங் வரைக்கும் எல்லாமே நம்ம அப்படி അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മള് இதுக்கு முன்னாடி தமிழ்நாட்டுல இருந்து வந்து வீடியோ எடுத்திருக்காங்களா இல்ல இதான் ஃபர்ஸ்ட்? തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് தான். ஓகே. അധികം വെറൈറ്റി ഉണ്ട്, പുതിയ വെറൈറ്റി ഇല്ല, അത് കുറച്ചൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഏകദേശം എല്ലാ വെറൈറ്റിയും നമ്മളെടുക്കും. ஓகே. நம்ம சேல்ஸ் வந்து மெயினா சேல்ஸ் அண்ட் ப்ரீடிங் ரெண்டுமே பண்ணிட்டு ஏன்னா ஃபில்டரேஷன் வந்து ரொம்ப எக்ஸ்பென்சிவ்னு சொல்றாங்க. அதுக்கு வந்து ரொம்ப ஈஸியான சிம்பிளான மெத்தடா நான் வந்து சொல்லி தரேன் அப்படின்னு சொல்றாரு. ഇത് സാങ്കേ എന്ന് പറയുന്ന സാധനമാണ്. സാങ്കേ ഇത് യമബുഗി എന്ന് പറയുന്ന ഇത് പിന്നെ സുഷൂയി എന്ന് പറയുന്ന ഇനത്തിൽ കൊടുത്താണ്. ഇത് എക്സ്പെൻസീവ് ആണ്, கொஞ்சம் എക്സ്പെൻസീവ് ആണ്. നമ്മളെ ബ്രൂഡിന് വേണ്ടിട്ട് നമ്മൾ വാങ്ങിയതാണ്. ஓகே. இது ப்ரூடிங் இது ப்ரீட் பண்ணி இதோட பிரைஸ் வந்து அப்படின்னா சேலுக்கு இருக்கும், சேலுக்கு ஆட் ஆயிடுது. இதுல எல்லா வேஸ்ட்டுமே கலெக்ட் ஆயிடும். எல்லா வேஸ்ட்டுமே இதாயிடும். ஸோ நல்லா இருக்கு அந்த ஐடியா. ஏன்னா ஒரு സെന്ററിൽ ഇருந்து ഇതില് മൂലമാ வந்து ഇത് വഴി ഫസ്റ്റ് ചാമ്പറിലേക്ക് ഈ സോളിഡ് വേസ്റ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഇതിലും വരും. ஓகே. உள்ள போற இடத்துல வந்து பயோபால் இருக்கு. ஓகே. അതുപോലെ മെറ്റൽ இருக்கு. ഇത് നമ്മൾ ஒரே ஒரு மோட்டர் மட்டும் இருந்தா போதும் அங்க. ரொம்ப சிம்பிளா இருக்கு, വളരെ സിമ്പിളാ. ஏன்னா வணக்கம் பிரதர். வணக்கம் வணக்கம். எப்படி இருக்கீங்க? நல்லா இருக்கு. நம்ம என்ன பண்ணிட்டு இருக்கோம் பிரதர்? கோய் ஃபிஷ் ஃபார்ம் மட்டும் தானா? നമ്മൾ കോയ് ഫിഷ് മാത്രമായിട്ടുള്ള ഫാമാണ്. எவ்வளவு நாளா பண்ணிட்டு இருக்கோம்? കോയ് ഫിഷ് ഹൗസ് കേരള എന്നുള്ളതാണ് പേര്. ഇതിന്റെ പിന്നെ ഇത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് ഇതിന്റെ ഫാം. நம்ம கோய் ஃபிஷ் ஃபார்ம் கேரளா நான் கூகுள்ல அடிச்சனால வந்துருவோம். ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. പിന്നെ ചാനലുകളിൽ വരുന്നുണ്ട്, നമ്മള് റൈറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. പിന്നെ ബ്രീഡിങ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ലേഖനങ്ങൾ എഴുതാറുണ്ട്, വീഡിയോസ് ഉണ്ടാവാറുണ്ട്. ஓகே. ப்ரீடிங்ல இருந்து க்ரூமிங் வரைக்கும் எல்லாமே நம்ம அப்படி അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ இதுக்கு முன்னாடி தமிழ்நாட்டுல இருந்து வந்து வீடியோ எடுத்திருக்காங்களா இல்ல இதான் ஃபர்ஸ்ட்? തമിഴ്നാട്ടിൽ നിന്ന് ഫസ്റ്റ് தான். ஓகே. வீடியோ ரொம்ப சந்தோஷம். ஓகே. நம்மகிட்ட எத்தனை வெரைட்டிஸ் നമ്മള് நிறைய ഒരു അധിക വെറൈറ്റി ഉണ്ട്, പുതിയ വെറൈറ്റി ഇല്ല, അത് കുറച്ചൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഏകദേശം എല്ലാ വെറൈറ്റിയും നമ്മളെടുക്കും. நம்ம சேல்ஸ் வந்து மெயினா சேல்ஸ் அண்ட் ப்ரீடிங் ரெண்டுமே பண்ணிட்டு അതെ, ബ്രീഡിംഗ് ഉണ്ട്. எப்படி என்னென்ன வெரைட்டிஸ் இருக்கு, எப்படி ஃபில்ட்ரேஷன் எல்லாம் பார்க்கலாம். എല്ലാത്തിനും ഫിൽട്രേഷന് പ്രധാനം മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഫോളോവേഴ്സിന് നമ്മള് ഫിഷ് നമുക്ക് എല്ലാമേ സ്ഥലത്ത് നിന്ന് കിട്ടും. പക്ഷെ ഇതിന് കെയറിങ് എങ്ങനെയാണെന്ന് ആർക്കുമേ തെറിയില്ല. അത് ரொம்ப എക്സ്പെൻസീവ് ആയിട്ട് ഫിൽട്രേഷൻ ഒക്കെ വെക്കുന്നവരുണ്ട്. നമ്മൾ കുറഞ്ഞ ലെവലില് ഒരു ഫിൽട്രേഷന് കോയ് ഫിഷ് പോണ്ടിന്റെ ഫിൽട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ ഫോളോവേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നത്. ஏன்னா ஃபில்ட்ரேஷன் வந்து ரொம்ப எக்ஸ்பென்சிவ்னு சொல்றாங்க. அதுக்கு வந்து ரொம்ப ஈஸியான சிம்பிளான மெத்தடா நான் வந்து சொல்லி தரேன் அப்படின்னு சொல்றாரு. தென் வந்து நீங்க யாராச்சும் தமிழ்நாட்டுல இருந்து ஃபில்ட்ரேஷன் செட்டப் தான் யாராவது கைடன்ஸ் கேட்டாங்க அப்படின்னா நீங்க வந்து ரெடி பண்ணி தரீங்களா? നമ്മളെ കൂട്ടത്തില് ജോലിക്കാരില്ല. അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിലും നമ്മൾ തന്നെ പോയിട്ട് അവിടെ സ്റ്റേ പണിയിട്ട് അവിടുത്തെ ജോലിക്കാരെ വെച്ചിട്ട് നമ്മള് ഇതിന്റെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. இங்க வந்து ஆட்கள் இல்லைன்றாங்க, ஆட்கள் இங்க இருந்து கூட்ட முடியாது. பட் அங்க இருக்கக்கூடிய வேலை ஆட்களை வச்சு நீங்க ரெடி பண்ணி தரீங்க அப்படின்னா உங்களுக்கு ஃபுல் ஐடியாஸ் அண்ட் கேர் அண்ட் மெயின்டெனன்ஸ் எல்லாத்த பத்தி ஒரு ஃபில்ட்ரேஷன் செட்டப்ப இவங்களே அங்க வந்து ரெடி பண்ணி தரேன் அப்படின்னு சொல்றாங்க. ഫസ്റ്റ് ഡെലിവറി പറ്റി ഡെലിവറി നമ്മൾ അതർ സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ നിന്ന് അത് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പൊ അവര് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കും. ഓൺലി ട്രെയിൻ അങ്ങനെ ചെയ്തു കൊടുക്കും. பட் இங்க நேரா வந்து விசிட் பண்ணி டைரக்ட் வந்து விசிட் பண்ணி செலக்ஷன் பண்ணிட்டு எடுக்கறதுனால பெட்டர். ஓகே. இங்க வந்து டைரக்டா விசிட் பண்ணி எடுக்கறனா எடுத்துக்கலாம். பட் டெலிவரி வந்து அவைலபிள் கிடையாது. இன்கேஸ் நீங்க ட்ரெயின்ல முதல்ல டெலிவரி பண்றாங்க, அது வந்து இங்க இருந்து கொஞ்சம் தூரம். ஸோ வந்து நீங்க அதுக்கான சார்ஜ் நீங்க பே பண்றீங்க அப்படின்னா அவங்க ரெடி ஃபார் டூ தட், அவங்க வந்து அதை பண்ணி தரேன்னு சொல்றாங்க. ഇത് സാങ്കേ എന്ന് പറയുന്ന സാധനമാണ്. സാങ്കേ ഇത് യമബുഗി എന്ന് പറയുന്ന
ഫുൾ യെല്ലോ. ഇത് പിന്നെ സുസൂയി എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്നതാണ്. ഓക്കെ. പിന്നെ ഇത് ഫുൾ ബ്ലാക്ക് അല്ല, ഇത് ജിൻജിൻ ചബി ഇനത്തിൽപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ്. ഓക്കെ ഓക്കെ. ஆனா ஃபுல் பிளாக் வந்து இன்னும் டார்க்கா இருக்கும். டார்க்கா இருக்கும். இதையும் ஒரு ஷைனிங் உண்டு. ஸோ அந்த ஒரு இது ஒவ்வொன்றும் ஒவ்வொரு வெரைட்டி இல்ல. ഇത് പല വെറൈറ്റിയിൽ വിടുന്ന ഫിഷുകളാണ്. அப்படியே എക്സ്റ്റെൻഡ് பண்ணலாமா? നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ എല്ലായിടത്തും പല ഫിഷുകളുണ്ട്. നമ്മൾ പുതിയ വെറൈറ്റി മാത്രമാണ് നമ്മൾ സെയിൽ കാണുന്നത്. ഓക്കെ. ഇതൊക്കെ സൂര്യ ജിൻഡ്രിങ് വരുന്നതാണ്. ഓക്കെ. ഷോവ വരുന്നതാണ്. പിന്നെ കുജാക്കു വെറൈറ്റിയിൽ വരുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ഫിഷുകളാണ് ഇതിലുള്ളത്. ഇത് എന്ന വെറൈറ്റി? ഇത് കൊഹാക്കു എന്ന് പറയുന്ന എനിക്ക് കൊടുക്കാം. ഓക്കെ. കൊഹാക്കു. ഇത് എക്സ്പെൻസീവ് ആണ്. നമ്മളെ ബ്രൂഡിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ്. ஓகே ஓகே. இது ப்ரூடிங் ஸ்டாக்கா. இது ப்ரீட் பண்ணி இதோட பிரைஸ் வந்து அப்படினா சேலுக்கு இருக்கும். ஓகே ஓகே. இதுல என்னென்ன வெரைட்டிஸ் இருக்கு? ഇതില് പിന്നെ ഷോവ ഉണ്ട്, പിന്നെ കൊഹാക്കു ഉണ്ട്, ജിൻഡ്രിൻ കൊഹാക്കു. ഓക്കെ. ജിൻഡ്രിൻ എന്ന് പറഞ്ഞാൽ ഈ തിളക്കം ഉണ്ടാവും. ഓക്കെ. ആറഞ്ച് ഒരു തിളക്കം ഷൈനിങ്. ഇതിലുണ്ടാവുന്ന ഷൈനിങ്. പിന്നെ മത്സുബ എന്ന് പറയുന്ന വെറൈറ്റിയിൽ വരുന്നുണ്ട്. ഇത് இந்த ஆரஞ்சு ബ്ലാക്ക് ഇത് ഇതല്ലേ? ഇത് പിന്നെ എന്താണ് കുർസൂരി എന്ന് പറയുന്നത്. நல்லா இருக்காണ്. നല്ല இது இந்த ஹெட்ல மட்டும் black வருதுல்ல? சில்வர். ഇത് ഇതിലെ ഇതല്ലേ? ഇതല്ലേ? അതെ അതെ അതെ. நல்லா இருக்கு. இதுல என்னென்ன வெரைட்டிஸ் இருக்கு? ഇതില് നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ. ഇതിലെ ചിന്ന സൈസിലാണ്. ചിന്ന സൈസിൽ കൊഹാക്കു, സാങ്കെ, ഉഡ്സൂരി, അതുപോലെ എമബുഗി, ഇതെല്ലാമേ சேலுக்கு தான் இருக்கு. സെയിലുള്ളതാണ്. ഇത് ബട്ടർഫ്ലൈ. ഓക്കെ. കണ്ടില്ലേ? ബട്ടർഫ്ലൈ வந்து கொஞ்சம் ஆனா வளர்ந்துச்சுன்னா நல்ல அழகா இருக்கும். നല്ല അഴകാണ്. നാച്ചുറൽ പോണ്ടിലൊക്കെ ഇട്ട് വളർത്തിയാൽ നല്ലതായിരിക്കും. ஓகே ஓகே. അതെ. ഡിഫറെന്റ് ആണ് ബാർബ് വെച്ചിരിക്കുന്നത്. ഇത് എടുക്കാറുണ്ട്. ഇത് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മുടെ കോഴി ഫിഷിനെ വളർത്തുമ്പോ അതില് പിന്നെ വെള്ളം അഴുക്കാകുമ്പോൾ അതില് ഫിഷ്ലീസ് വരും, അല്ലെങ്കിൽ നമ്മുടെ അതിനൊക്കെ അവർ പൊട്ടിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ സാപ്പിടും. അപ്പൊ ഇത് മാത്രല്ല, ഏഞ്ചല്, ബാർബ്, റോഷി ബാർബ്, അതെല്ലാമേ ഇട്ടിരുന്നാൽ നല്ലതായിരുന്നു. இது அது கூட வரனால அந்த ப்ராப்ளம் இருக்காது. புதுசா இருக்கு. ஆனா மோஸ்டா இது வந்து ஃபிஷ் டேமேஜ் பண்ணாதா? ஃபிஷ் கடிக்காதா? ഇല്ല, അത് മുറിവിലുള്ള ഫിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവിനെ അവർ കടിക്കും. ஓகே. നമ്മൾക്ക് പിന്നെ ഫ്രഷ് വാട്ടറിൽ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുപോകും. துண்ணூறு அதை போய் கடிக்கும் வந்து அது டிஸ்டர்ப். അതെ അതെ. ஆங்கர் வாம் இதெல்லாம் வந்து இருந்தாலும் வந்து கேர் பண்ணி விட்டுருன்னு சொல்றாங்க. இது வைக்கிறவங்க பட்டர்ஃப்ளை நல்லா இருக்கு. ஆனா எனக்கு அது புதுசா இருக்கு. அந்த நியூஸ் மோஸ்டா தமிழ்நாட்டுல இருந்து அந்த மாதிரி வச்சிருக்க மாட்டாங்க. நான் கடிக்கும் அப்படின்னு சொல்லிட்டு. இந்த பான் செட்டப் பத்தி சொல்லுங்க. ഇത് നമ്മളൊരു കോഴി ഫിഷ് പോണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളില് പിന്നെ എല്ലാവരും ട്രെൻഡാണ്. വീടിന്റെ ഉള്ളിൽ ഉണ്ടാക്കും, പുറത്തുണ്ടാക്കും. അപ്പൊ അതിലാരും തന്നെ ഫിൽട്രേഷൻ ഒന്നുമേ ഇല്ലാതെയാണ് ഇത് കോഴി ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കോഴി ഫിഷ് പോണ്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം സമചതുരത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ റൗണ്ടിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഈ സമചതുരത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഫിൽട്രേഷനിൽ നിന്നുള്ള ഔട്ടാണ് ഈ വരുന്നത്. കണ്ടോ? ഇത് നല്ല ഫോഴ്സിലായിരിക്കണം വരേണ്ടത്. ഈ ഫോഴ്സിൽ വരുമ്പോ ഇതിന് ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സോളിഡ് വേസ്റ്റ് എല്ലാം ഒരു ഭാഗത്ത് സെൻട്രൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ഈ സെന്ററിലാണ് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ സോളിഡ് വേസ്റ്റ് എല്ലാം എന്ത് ചെയ്യും? നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് അന്ന് വലിച്ചെടുക്കും. അങ്ങനെയാണ് ഈ നമ്മുടെ കോഴി ഫിഷ് പോണ്ടിലെ സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ரெடி பண்ணு. மெயின் பெனிஃபிட் வந்து எல்லா வேஸ்டும் கலெக்ட் ஆகணும். அதுக்கு இவர் வந்து ஒரு பேசிக் பிக் பண்றாரு. இந்த கார்னர்ல வந்து வாட்டர் ஃப்ளோ வச்சதுனால ஃபுல் ரவுண்ட் ஆகி எல்லா வேஸ்ட்டுமே வந்து சென்டர்ல கலெக்ட் ஆகுது. ஸோ அங்க வந்து வேஸ்ட் கலெக்டிங்க்கு வந்து ஒரு சம்பிங் ஃபில்டர் வச்சதுனால அது வந்து செட் பண்ணி மேல போய் ஃபில்டர் செட்டப்ல ஆட் ஆயிடுது. இதுல எல்லா வேஸ்ட்டுமே கலெக்ட் ஆயிடும். எல்லா வேஸ்ட்டுமே இதாயிடும். ஸோ நல்லா இருக்கு அந்த ஐடியா. ஏன்னா ஒரு சென்டர்லயோ வேற எங்கேயோ வச்சிருந்தோம் அப்படின்னா அது போயிருக்கும்.
ഇത് കളക്ട് ആയി ഒരേ இடத்துல വന്നു. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഈ നമ്മുടെ കോഴിഫിഷിനെ വളർത്തുമ്പോ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം ഈ സോൾഡ് വേസ്റ്റ് ആണ്. ഈ സോൾഡ് വേസ്റ്റ് നമ്മുടെ പോണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് അതിൽ നിന്ന് അമോണിയ ഉണ്ടായിട്ടാണ് ഇതിന് ഫംഗസുകൾ ഒക്കെ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സോൾഡ് വേസ്റ്റ് നമ്മുടെ പോണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ. மெயின் அந்த செட்டப்ல நம்ம ரெடி பண்ணும்போது இதுக்கு டிசீஸ் எல்லாமே ரொம்ப வாய்ப்பு கம்மி தான். നമ്മുടെ പോണ്ടില് സബ്മേഴ്സിബിൾ പമ്പ് വെക്കുമ്പോ ഇതിപ്പോ ഒരു 2500-3000 ലിറ്റർ വെള്ളമാണുള്ളത്. ഇത് 16,000 ലിറ്റർ പെർ ഹവറിന്റെ സബ്മേഴ്സിബിൾ പമ്പാണ്. ഇതിന്റെ സബ്മേഴ്സിബിൾ പമ്പ് അതിന്റെ പവർ അത്രയും വേണം. എന്നാലുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾഡ് വേസ്റ്റ് എല്ലാം തന്നെ ഒരു ഭാഗത്ത് നിൽക്കും. അത് മാത്രമല്ല ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ നീങ്ങുകയാണ് ഇതിന് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ആക്റ്റീവ് കൂടും. ഫിഷിന് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ. நல்லா இருக்காங்க. கிட்டத்தட்ட இதுல வந்து 2000 லிட்டர் வந்து கெப்பாசிட்டியில தண்ணி ஒரு 2500-3000 கெப்பாசிட்டி இருக்கு. பட் ஆனா ஃபில்ட்ரேஷன் செட்டப் மோட்டரோட இந்த சப்மர்சிபிள் பம்ப் 16,000 லிட்டர் பெர் ஹவர். அவ்வளவு பவர் இருந்தாதான் வந்து இந்த அளவுக்கு நல்ல ആക്റ്റീവ് ആയി ഗ്രോത്ത് കൂടും. ഫിഷ് ഇതിന് എതിരെ നീങ്ങുമ്പോഴാണ് ഇതിന് ഗ്രോത്ത് വരുന്നത്. ஆப்போசிட்ல நீந்தும் போதுதான் வந்து நல்ல ഗ്രോത്ത് இருக்கும் சொல்றீங்க. ஓகே. அப்ப எல்லா ஃபிஷும் நல்ல ஆக்டிவ் ஆயிருக்கும். ஆனா கரெக்டா, ஏன்னா வாட்டர் எப்பவுமே ஃப்ளோ ரொட்டேஷன்ல இருக்கிறதுனால அதால ஒரே இடத்துல ஸ்டேபிளா நிக்க முடியாது. ஸோ வந்து நல்ல ഗ്രോത്ത് இருக்கும் அப்படின்னு சொல்றாரு. ஓகே. വേസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കും സെന്ററിൽ ഇருந்து ഇതില് മൂലമാ வந்து ഇത് വഴി നമ്മള് വേസ്റ്റ് ഇതില് ഫസ്റ്റത്തെ നമ്മുടെ ചാമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ചാമ്പറിലേക്ക് ഈ സോളിഡ് വേസ്റ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഇതിലും വരും. അപ്പൊ നമ്മൾ ഇത് വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ടൈൽസ് ആണ്. ഒത്തിയ ടൈൽസ് കിട്ടും നമ്മൾ കടയിൽ നിന്നും. അതിനെ വെച്ചിട്ടാണ് ഇത് പാർട്ടിഷൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഹോൾസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കണ്ടോ നിങ്ങള് ഇവിടെ നമ്മള് നെറ്റ് ഇട്ട് വെച്ചിട്ടാണ് കാണിച്ചു കൊടുത്തേക്ക് നെറ്റ്. ഗ്രീൻ നെറ്റ് ഏത് നെറ്റ് വെക്കാം. എന്ത് നെറ്റിനാലും ഏത് നെറ്റ് വെക്കും. കാരണം അതിനുള്ളിൽ നമ്മുടെ സോൾട്ട് വേസ്റ്റ് പിടിച്ചെടുക്കും. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഫിൽട്രേഷന് ഇതിൽ നിന്ന് പിടിക്കാത്ത എന്ത് ചെയ്യും, ഇതിൽ നിന്ന് പിടിക്കും. ഇതിൽ എത്ര ചാമ്പറിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അത്രയും നമ്മുടെ വെള്ളം എന്തായിരിക്കും, ക്ലിയർ ആയിരിക്കും. സോൾട്ട് വേസ്റ്റ് എല്ലാമേ പിടിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് നമ്മുടെ ബയോ ഫിൽട്രേഷൻ ആണ്. ഈ ബയോ ഫിൽട്രേഷൻ നമ്മൾ ഒരിക്കലും കഴുകി കൊടുക്കാൻ പാടില്ല. இது வெறும் ராக் மட்டும் தான் போட்டு வச்சிருக்கீங்கல்ல? അതെ. കാരണം ഇതിൽ നമ്മള് പിന്നെ ബയോ ബോൾ ഇരിക്കും. உள்ள போற இடத்துல வந்து ബയോ ബോൾ ഇരിക്കും. അതുപോലെ മെറ്റൽ ഇരിക്കും. ഇത് നമ്മൾ കഴുകി കൊടുക്കാതെ. കാരണം ഇതിലാണ് ബാക്ടീരിയകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയകളാണല്ലോ അതിനെ எல்லாமே வந்து റെഡിയാക്കുന്നത്. അപ്പൊ അതിതാ ഇത് ഇതിലേക്ക് ഒരിക്കലും തന്നെ ചളി വരാൻ പാടില്ല. இதுல இருந்து இங்க வந்து அவுட்லெட் ഓക്കെ. இந்த அவுட்லெட் வந்து இங்க வெளியே போயிரும்ல. இப்ப இங்க வந்து மோட்டர் இல்லாம இந்த ஹைட்டுக்கு மட்டும் தான் இந்த போர்ஸ் வருதுல. ഹൈറ്റിലാകുമ്പോൾ നല്ല പോയിസ് വരും. അതുകൊണ്ട് നമ്മൾ ഇത് ഹൈറ്റിൽ വെക്കുന്നത്. മനസ്സിലായല്ലോ? இப்ப சேம இருந்துச்சுன்னா இந்த அளவுக்கு போர்ஸ் வராது. ഇത്ര പോയിസ് വരില്ല. അത് മറ്റൊരു സിസ്റ്റം ആണ്. ഇത് പുതിയൊരു സിസ്റ്റം. இப்ப நமக்கு ஒரே ஒரு மோட்டர் மட்டும் இருந்தா போதும் அங்க. അതെ. இப்ப வேற எதுவும் இப்ப பயோமீடியாஸோ இல்ல പ്ലെയിനാ വെച്ചിരിക്കുന്നത് വേറെ? ഇത് പ്ലെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ബേസിക് എന്താണെന്ന് വെച്ചാല് സോളിഡ് വേസ്റ്റ് റിമൂവേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് നമുക്ക് ഇതിൽ നിന്ന് പിടിക്കും. പിന്നെ നമ്മൾ വരുന്നത് ബയോഫിൽട്രേഷൻ. അത് മാത്രമാണ് ഞാൻ യൂസ് பண்ணுന്നത്. ரொம்ப சிம்பிளா இருக்கு. വളരെ സിമ്പിൾ ആണ്. ஏன்னா ஒவ்வொருக்கும் ஒவ்வொரு நிறைய சிஸ்டம்லாம் நிறைய சிஸ்டம் നമ്മൾ യൂട്യൂബിലും മറ്റിലൊക്കെ കാണുന്നുണ്ട്. ஒரு சிஸ்டம் நானும் பார்த்தேன்.